എന്തുകൊണ്ടാണ് F-15 ഇത്രത്തോളം അഭിമാന സ്തംഭമായി മാറുന്നത്? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ മുഴുവൻ പടക്കോപ്പുകളുടെയും അധിപന്മാർ എന്ന് അവകാശപ്പെടുന്ന അവർക്ക് എന്തുകൊണ്ടാണ് F-15 ഇത്രത്തോളം അഭിമാന സ്തംഭമായി മാറുന്നത്? അമേരിക്കൻ നിർമ്മിത അത്യാധുനിക എയർ സുപ്പീരിയോറിറ്റി ഫൈറ്റർ വിമാനമാണ് F-15 ഈഗിൾ. ഏതു കാലാവസ്ഥയിലും രാപ്പകൽ വ്യത്യാസമില്ലാതെ ശത്രുവിമാനങ്ങളെ കണ്ടെത്തി നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് ഈ വിമാനം. F-15 യുദ്ധവിമാനത്തിന്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിന്റെ മാതൃക നമുക്ക് നോക്കാം. ഇതുകൊണ്ടാണ് പറയുന്നത്, അതായത് ഈ വിമാനമാണ് ശത്രുക്കളുടെ സാന്നിധ്യം കൃത്യമായി കണ്ടെത്താനും അവരെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം നടത്താനും എല്ലാം അമേരിക്കയെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്ന്. നമുക്കിതിന്റെ സവിശേഷതകൾ എന്താണ് എന്നതുകൂടി പരിശോധിക്കാം. വ്യക്തമായി ഇതിന്റെ നീളം എന്ന് പറയുന്നത് ഏതാണ്ട് 19.44 മീറ്റർ നീളമാണ് F-15 ഫൈറ്റർ വിമാനത്തിന്. ഉയരം ഏതാണ്ട് 5.6 മീറ്ററാണ് ഉണ്ടാവുക. ഭാരം 14,378 കിലോഗ്രാമാണ്. ഏതാണ്ട് 30,844 കിലോഗ്രാം ഭാരം ഈ വിമാനത്തിന് വഹിക്കാൻ കഴിയും എന്നതും പ്രത്യേകതയാണ്. ഇതിന്റെ ഒരു വിങ് സ്പാൻ, ഈ ചിറകിന്റെ ദൂരമാണ്, ഈ ചിറകളവ് എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. ഏതാണ്ട് 13 മീറ്ററോളമാണ് ഇതിന്റെ ചിറകളവായി വരുന്നത്. 3017 കിലോമീറ്റർ പെർ അവർ ആണ് ഇതിന്റെ ഒരു യാത്രാ സാധ്യത. അതായത് ഒരു മണിക്കൂറിൽ ഏതാണ്ട് 3017 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന അത്യാധുനികമായ ഒരു ഫൈറ്റർ ജെറ്റ് വിമാനമാണ് നമ്മൾ ഈ കാണുന്നത് F-15. ഈ F-15 ആണ് കുവൈത്തിന് മുകളിൽ തകർന്നു വീണു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നേരത്തെ പ്രേക്ഷകർ കണ്ടത്. ആ ടവറിന്റെ ഭാഗത്തോടു കൂടി F-15 വിമാനം തകർന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ നേരത്തെ കണ്ടുവല്ലോ. ഈ F-15 വിമാനം അമേരിക്കൻ പടക്കോപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കൃത്യമായി വളരെ പ്രിസൈസായ ആക്രമണം നടത്താൻ ഉൾപ്പെടെ അമേരിക്കയെ സഹായിക്കുന്ന ഈ വിമാനമാണ് നേരത്തെ തകർന്നു വീഴുന്നത് കാണുന്നത്. F-15 വിമാനം ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടു എന്നത് അംഗീകരിക്കാൻ അതിന്റെ അമേരിക്കയുടെ അഭിമാനത്തിന് സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും. എന്തായാലും ഇത് ഈ വിമാനത്തിന്റെ സവിശേഷതകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കുവൈത്തിന് മുകളിലാണ്, ഈ മാപ്പിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്, കുവൈത്തിന് മുകളിലാണ് ഈ വിമാനം തകർന്നു വീഴുകയും ചെയ്തത്. വിമാനം വെടിവെച്ചിട്ടതാണ് എന്ന് അവകാശവാദം ഉന്നയിക്കുന്നു ഇറാൻ. എന്നാൽ അബദ്ധത്തിൽ കുവൈത്ത് തന്നെ വിമാനം വെടിവെച്ച് വീഴ്ത്തിയതാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നു. വിമാനം തകർന്ന വിവരം US സൈന്യം സ്ഥിരീകരിച്ചിട്ടില്ല. US സെൻട്രൽ കമാൻഡും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. സംഭവത്തിൽ അന്വേഷണം നടന്നു വരികയാണ് എന്നാണ് സൂചന. TK റിജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. റിജിത്ത്, കുവൈത്ത് തന്നെ അബദ്ധത്തിൽ വിമാനം വെടിവെച്ചിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാദം എന്ന് പറയുന്നത്. അത് ഇറാന്റെ ആക്രമണത്തിലല്ല എന്നും. ഇതിൽ വിശ്വസനീയമായ റിപ്പോർട്ട് എന്താണ്? അവകാശവാദങ്ങൾ ഏറെയുണ്ട്. കുവൈത്ത് തന്നെ വെടിവെച്ചിട്ടതാണോ എന്ന സംശയം ചില ഇടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇറാന്റെ അവകാശവാദമാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന F-15 ഈഗിൾ വിമാനം. അത് അമേരിക്കയുടെ സൈനിക കരുത്തിന്റെ, സൈനിക ശക്തിയുടെ ഒക്കെ പ്രതീകമാണ്. നേരത്തെ മാധു ചൂണ്ടിക്കാട്ടിയ കണക്കുകൾ നമുക്ക് മുമ്പിലുണ്ട്. അതിവേഗത്തിൽ പാഞ്ഞു ചെന്ന് ശത്രുക്കളുടെ കേന്ദ്രങ്ങളിൽ സർവനാശം വിതയ്ക്കാൻ ഉതകുന്ന തരത്തിലുള്ള കരുത്ത് അതിനുണ്ട്. 3017 കിലോമീറ്റർ വേഗത്തിൽ അതിവേഗം കടന്നു ചെന്ന് വലിയ ആക്രമണം നടത്താൻ ശേഷിയുള്ളതാണ് ആ വിമാനം. അവരുടെ ഒരു അഭിമാന സ്തംഭമാണ് ആ വിമാനം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിമാനത്തിൽ നിന്ന് പുക ഉയരുന്നതും പലവട്ടം മറിഞ്ഞ് അത് താഴേക്ക് വീഴുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്.